ഹലോ, നീ ഉറങ്ങിയായിരുന്നോടാ? എന്റെ പൊന്നു ചാച്ച, ഈ മുതുപാതിരിക്ക് ആരാ ചാച്ച ഉറങ്ങാതെ കുത്തിയിരിക്കുന്നത്? എന്തോ കാര്യം? ഒന്നുമില്ല, ഒരു ഉറക്കം കഴിഞ്ഞ് അങ്ങ് ഉണർന്നു. ഒന്ന് വിളിക്കണമെന്ന് തോന്നി. എന്തു പറ്റി ചാച്ച? സുഖമല്ലേ? വയ്യാമ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ അവളെ വിളിക്കും ചാച്ച, അവളെ വന്ന് നോക്കും. എന്തിന്? നിനക്ക് വേറെ പണിയില്ലേ? കിടന്നുറങ്ങുന്നവരെ വിളിച്ചുണർത്താൻ എനിക്കൊരു കുഴപ്പമില്ല. നീ ആരെയും വിളിക്കണ്ട. പിന്നെന്തോ ചാച്ച, അമ്മച്ചിക്ക് എന്തെങ്കിലും? അവൾക്കും ഒരു കുഴപ്പമില്ല. അവൾ സുഖമായിട്ട് കിടന്നുറങ്ങുക. പിന്നെ എന്തുവാ ചാച്ച? ചാച്ച, എത്ര തിരക്കുണ്ടെങ്കിലും നീ കാലത്ത് ഇവിടെ വരെ ഒന്ന് വരണേടാ, അത്രേ ഉള്ളൂ. വരാൻ ചാച്ച. ചാച്ചൻ കിടക്ക്, ഞാൻ രാവിലെ തന്നെ വരാം. കുറഞ്ഞോളൂ. ഷൈനി, ആരാ ഷൈനി? ഷൈനി, നീ എന്തുവായി കാണിക്കുന്നേ? എങ്ങനെയെങ്കിലും ആ ഫ്യൂസ് തപ്പിയെടുക്കണം. ഇപ്പൊ നമ്മളെ പോലെയല്ല. ഈ വീടിന്റെ ഓരോ മുക്കും മൂലയും പട്ടാപ്പകല് പോലെ അങ്ങനെയൊക്കെ കാണും. ആർക്ക്? നീ എന്തോ നാടി? ആരാന്നാ? ആ കിളവന് കാര്യം പിടികിട്ടിയിട്ടുണ്ട്. അയാളാ ഈ പരിപാടി മുഴുവൻ കാണിച്ചു വെച്ചേക്കുന്നത്. ആര്? കുട്ടിച്ചായനോ? എന്റെ കൃഷ്ണ, പ്രോബ്ലം പിടിച്ചിട്ട് ഒരു കാര്യമില്ല. രക്ഷപ്പെട്ടു പോകാനൊരു വഴി പറഞ്ഞതാടി. എങ്ങനെയാ പുറത്തിറങ്ങുന്നേ? രക്ഷപ്പെടാനാണെങ്കിൽ വഴികളൊക്കെ ഉണ്ട് കിരണേ. പക്ഷെ അങ്ങനെ രക്ഷപ്പെട്ടു പോകാനാണെങ്കിൽ നിന്റെ രക്ഷപ്പെടല് നാളെ രാവിലെ വരെയുള്ളൂ. ഓർത്തോ? നീ എന്തുവായി പറയുന്നേ? നിനക്ക് മനസ്സിലായില്ലയോ? അയാളെ ഇവിടെ ഇങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. എന്റെ മുരുക, നീ എന്തുവാ ഷൈനി ചെയ്യാൻ പോന്നേ? ഞാനും അത് തന്നെ ആലോചിക്കുന്നത്.
എങ്ങനെ വേണമെന്ന്. നീ എന്തുവായി പറയുന്നേ? ഒറ്റ രാത്രി തന്നെ അമ്മച്ചി അപ്പച്ചനും മണ്ടത്തരവാ ഷൈനി, പെട്ടുപോകും, പറഞ്ഞേക്കാം. ഷൈനി, മൊത്തം കുഴപ്പമാവും. ഒന്നടങ്ങട, എനിക്ക് ഇത്തിരി സമയം എന്താ. ഈ കിടന്ന് നരകിക്കുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ അമ്മച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് അപ്പച്ചൻ അമ്മച്ചിക്ക് കൂട്ടുപോയി. മനസ്സിലായല്ലോ? അതിനുള്ള പണിയെടുക്കാൻ നോക്ക്. എൻ്റെ അയ്യപ്പാ. കിരണേ, നമ്മൾ പെട്ടിരിക്കുക. ഇതല്ലാതെ ഒരു വേറൊരു വഴിയില്ല. പിന്നൊരു കാര്യം, എത്രയൊക്കെ കാണിച്ചു കൂട്ടിയെങ്കിലും വെറും കശുവണ്ടി പോലൊരു മനുഷ്യനായാള് എൻ്റെ ഒറ്റ കൈക്കുള്ളതേ ഉള്ളൂ. ഒരു പോറിൽ പോലും ദേഹത്ത് പറ്റാതെ നോക്കണം. എങ്കിലേ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും.